നന്ദു മുറിയിലിരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദു മനസ്സിലാലോചിക്കുന്നുണ്ട്, ഞാൻ പോയി എടുത്താൽ പോലും എനിക്ക് ഇത്രയ്ക്ക് മാച്ചായ കളറ് ഞാൻ ഒരിക്കലും എടുക്കില്ലായിരുന്നു. അവന് എന്റെ സെലക്ഷൻ എല്ലാം അറിയാം. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഞാൻ സാരി എടുക്കുന്നത്, അതും അനയുടെ കൈ കൊണ്ട് തന്ന സാരി. ഈ സാരി ജീവനുള്ളിടത്ത കാലം ഞാൻ അത് വിട്ടുകളയില്ല എന്നൊക്കെ നന്ദു മനസ്സിലോർക്കുന്നുണ്ട്. ഈശ്വര, എന്തിനെന്റെ മനസ്സിനെ നീ ഇത്രത്തോളം അങ്ങ് വേദനിപ്പിക്കുന്നത്? ഇത് എന്റെ മനസ്സിലിങ്ങനെ അനിയനെ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ലാതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഗോവിന്ദനും കനകം കൂടെ അങ്ങോട്ടേക്ക് ഒരുങ്ങി വരികയാണ്. നിങ്ങൾ ഒരുങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. ഒരുങ്ങി മോളെ. നന്ദുമോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവളോട് ഒരുങ്ങാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായി മോളെ കാര്യം? ജാനകി പിന്നെ വല്ലതും പറഞ്ഞെന്ന് ചോദിക്കാണ്. അമ്മേ, അതിലും വലിയ വിഷയമായി. ആദർശയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് പറയുമ്പം മോളെന്തിന് ആദർശയുടെ കാര്യമൊക്കെ പറയാമെന്ന് ചോദിക്കാണ്. അത് ഞാൻ പറഞ്ഞതല്ലമ്മേ, പറയേണ്ട ഒരു സാഹചര്യം വന്നതാണെന്ന് പറയാണ്. എന്താണ് കാര്യം എന്ന് ചോദിക്കാണ് ഗോവിന്ദൻ. അപ്പോഴേക്കും നയന അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. രാത്രിയിലെ ഹോട്ടലിൽ പോയതും അവനിതുപോലെ അടിച്ച കാര്യങ്ങളും അവൻ മദ്യപിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നയന അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. അത്രത്തോളം അനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് അമ്മേ. നന്ദുവിനെങ്ങാനും അനി ഇഷ്ടമാണെന്ന് പറഞ്ഞാല് അനി ആ നിമിഷം തന്നെ വിവാഹം മുടക്കും. അതെനിക്ക് ഉറപ്പാ. ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കാം. ആദിശേട്ടൻ ഞാൻ കരുതിയത് ഈ കാര്യം പറയുമ്പോഴേക്കും ആദിശേട്ടൻ നേരെ തിരിയും, എന്നെ കളിയാക്കുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പ്രതീക്ഷിച്ചതൊന്നും അല്ല സംഭവിച്ചത്. ആദിശേട്ടൻ എനിക്ക് സപ്പോർട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് ആദർശേട്ടൻ പറഞ്ഞത്. ഞാൻ ആ രൂപത്തിൽ പിടിച്ചു നിർത്തിയേക്കെന്നൊക്കെ പറയാണ്. അതാ മോളെ നല്ലത്. നമുക്കൊരിക്കലും യോജിക്കാത്ത ബന്ധാ മോളെ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് നന്ദനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദന്റെ അടുത്തേക്ക് പോവാണ്. കനകം പറയാണ്, മോളെ ഈ സാരി എടുത്ത് നിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എന്ത് രസാ മോളെ കാണാനെന്നൊക്കെ പറയാണ്. നന്ദോട് വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. എന്തായാലും ഇങ്ങനെ മോളെ കാണാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ സാരി എടുക്കാനൊക്കെ പ്രായമൊക്കെ ആയി എന്ന് പറയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, സാരി എടുക്കാനുള്ള പ്രായമൊക്കെ എന്നേ ആയി, മോളല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞ് നടന്നെന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കാണ്. മോളെ ആദർശെല്ലാം അറിഞ്ഞു അല്ലേ? സാരയില്ല മോളെ. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? മോൾ ആഗ്രഹിച്ച ജീവൻ നേടിത്തരാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛ, എനിക്ക് അങ്ങനെയൊന്നും ഒരു സങ്കടവും ഇല്ല. ഞാൻ അച്ഛ അർഹിക്കാത്ത ബന്ധമൊക്കെ ആഗ്രഹിച്ചത്. എന്റെ അച്ഛനും അമ്മയും ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, അത് തന്നെ വലിയ കാര്യം. അത് സാറില്ലച്ച. ഇപ്പോ തന്നെ എന്റെ ചേച്ചിമാരുണ്ടരും ഇവിടെ കിടന്ന് നരയിക്കല്ലേ, അതുകൊണ്ട് സാറില്ലെന്ന് പറയുന്നുണ്ട്. നയന ഇവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുറെ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് നന്ദുവിനെ കൊണ്ടുവരുന്ന വെച്ച് നല്ലത്, അവളെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അത്രത്തോളം നയനയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദു ആണേല് അച്ഛനമ്മ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ശരിക്കും നന്ദുവിന്റെ മനസ്സ് വല്ലാതെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അനി എടുത്തു കൊടുത്ത സാരിയില് നന്ദുവിന് ഈ വേഷത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനി മുറിയിൽ സങ്കടപ്പെട്ടിരിക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കനകവും ഗോവിന്ദനും കൂടി വരുന്നുണ്ട്. മോനെ, ഇത് ഞങ്ങളുടെ ചെറിയൊരു സമ്മാന, വലുതായിട്ടൊന്നുമില്ല, ഞാൻ സ്വീകരിക്കണമെന്ന് പറയുമ്പം പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ ആന്റി ഈ ഗിഫ്റ്റ് ഒക്കെ എന്ന് ചോദിക്കാണ്. എങ്കിലും ഞങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്ന ഇതൊക്കെ മോനെ, ഞങ്ങളുടെ ദേഷ്യം തോന്നരുത്, ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധ, അതുകൊണ്ടാണെന്നൊക്കെ കനകം പറഞ്ഞുകൊണ്ട് നിന്ന് അവളുടെ കയ്യിലേക്ക് ഒരു ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകിയും അങ്ങ് ദേവയാനിയും വരുന്നുണ്ട്. ജലജയും ദേവയാനി വരുന്നുണ്ട്. അവർ ചോദിക്കാണ്, ആഹാ എന്ത് ഞങ്ങളുടെ ചെറുക്കനെടുത്തെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല, ഞങ്ങൾ സമ്മാനം കിട്ടിക്കൊടുത്താന്ന് പറയുന്നുണ്ട്. സമ്മാനമോ 6 മുമ്പ് വെച്ച് കൊടുക്കാൻ പറ്റില്ലോ, അതുകൊണ്ടായിരിക്കും ഒളിഞ്ഞു വന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്താടി 3-4 ഗ്രാം കാണും, അത് ഞങ്ങളുടെ ചെറുക്കന്റെ കയ്യിൽ കിടന്ന നാണക്കേടെന്നൊക്കെ ദേവേനി പറയുമ്പോഴേക്കും പറയാണ്. അയ്യോ അങ്ങനൊന്നുമല്ല, അത് 2 പവനുണ്ടെന്ന് ഗോവിന്ദൻ പറയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങള് അതിനെടുത്തിട്ടും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുമ്പോ ജലജ പറയാണ്, തുടങ്ങി, അങ്ങനെ സുവിശേഷ പ്രസംഗം തുടങ്ങി എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, എന്താ ചെറിയമ്മ ഇത്, എന്തിനിങ്ങനെ ആവശ്യത്തൊക്കെ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് അനി അവരോട് ചൂടാവാണ്. ഈ സമയത്ത് ദേവേനി പറയുന്നുണ്ട്, നീ ഒന്നും ഉണ്ടായിരുന്നടാ, ഇങ്ങനെ ഇറങ്ങിക്കോളാൻ കുറയണം. പിന്നെ നിന്റെ 3ാമത്തെ സന്ധി ഇതിലെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഇനി അവളെ 6 വിലയിലാണോ കെട്ടിവെക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവേനി കളിയാക്കുന്നുണ്ട്. ഇവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, പിന്നെ പോകുമ്പോൾ 2 എണ്ണത്തിനും കൂടെ കൊണ്ടുപോയാല് അത്രയും സമാധാനം. ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ള പാഴായിട്ടുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അതുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. 2 എണ്ണത്തിന് ഒരു പൈസ ചെലവും ഇല്ലാതെ കെട്ടി വിട്ടിരിക്കുക, എന്നിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് പറയാണ്, ഇപ്പൊ വരാൻ പോകുന്ന മരുമകളെ അങ്ങനൊന്നും അല്ല വരാൻ പോകുന്നത്, നേരായ രീതിയിലൂടെ എടുപ്പത് പൊന്നും കൊണ്ടാ അവൾ വരാൻ പോകുന്നത്. കണ്ടോണം അവളെ, ഞങ്ങളുടെ കനക് കെട്ടിയ എന്റെ മരുമകൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കണമെന്നും ഒരുപാട് സമ്മാനങ്ങൾ നൽകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന, അതൊന്നും നടന്നില്ല. പക്ഷേങ്കില് അനാമിക മോളിലൂടെ ഞാൻ എല്ലാം സാധിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അങ്ങനെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോകണ്ട്. അപ്പോഴേക്കും മണി പറയാണ്,
ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വിവാഹത്തിന് ശേഷം മാത്രമേ പോകാവുള്ളൂ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും രണ്ടുപേരോടൊന്ന് പോകരുതെന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. ഹാളിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചു നിൽക്കാണ് കേട്ടോ അനി എവിടെ നിന്നൊക്കെ. അനി ഒരുങ്ങുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നായനയും ആദർശും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും അനാമിക മോള് ഇന്നോടുകൂടി ഇങ്ങോട്ട് വരുമല്ലോ, അതോടുകൂടി കുറെ അവളുമാരെ പത്തിയൊക്കെ താഴും എന്നൊക്കെ പറയുന്നുണ്ട്. ജയൻ പറയാണ്, നീ എന്തിനാ ദേവയാനി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നീ കുറെ ആയാലും പറയാൻ തുടങ്ങിയിട്ട് അനാമിക കൊടുക്കാൻ നീ എടുത്ത് വെച്ച ഗിഫ്റ്റ് പോലും നയനമോള് ഡിസൈനാണ് പറയുന്നുണ്ട്. അതേ അമ്മേ, ഞാനല്ലേ അമ്മയ്ക്ക് സെലക്ട് ചെയ്യുന്നത്, ഏറ്റവും നല്ല ഡിസൈൻ കാണിക്കാൻ അമ്മയല്ലേ പറഞ്ഞു ചോദിക്കുകയാണ്. അതേടാ, നീ എന്നെ ചതിച്ചത്, നീ കാരണമാ ഞാൻ ഡിസൈൻ എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ദേവേനി പറയുമ്പോൾ ആദിശ് പറയാണ്, ഞാനത് കാണിച്ചപ്പോ തന്നെ അമ്മയല്ലേ പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ മാല ഞാൻ കണ്ടേ ഇല്ല, അത്രയ്ക്ക് സൂപ്പർ ആണെന്ന്, അതുകൊണ്ട് ഞാൻ തന്നത്, പിന്നെ ഇങ്ങനെ അമ്മ ഇങ്ങനെ മാറ്റി പറഞ്ഞു ചോദിക്കുകയാണ് ആദർശ്. ഞാൻ കണ്ടപ്പം എനിക്ക് അങ്ങനെ തോന്നി, അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട്. ജാനകി ചോദിക്കുകയാണ്, അവളൊക്കെ ഡിസൈൻ ചെയ്ത ജ്വല്ലറി എന്തിനാ ചേച്ചി എടുത്തത്, അതിലും ഭേദം അനാമിക്ക് ചേച്ചി ഒന്ന് കൊടുക്കാതിരിക്കായിരുന്നു എന്നൊക്കെ അവളും പറയുന്നുണ്ട് കേട്ടോ. എന്താ ജാനകി, നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ ഇങ്ങനെ മാറിപ്പോയെന്ന് ചോദിക്കുകയാണ് ജയൻ. അമ്മയും മുത്തശ്ശിയും പറയുന്നുണ്ട്, ദേ ആവശ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ നവീൻ പറയാൻ നിന്നേക്കരുത്, അവര് ഈ വീട്ടിലെ മൂത്ത മരുമകളാ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി ഇറങ്ങി വരികയാണ്. അനി ചോദിക്കാണ്, അല്ല അനിയോട് ദേവേനി ചോദിക്കാണ്, അല്ലടാ നിന്റെ മുഖത്തെന്താ ഒരു പാടെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറയാണ് കേട്ടോ അനി. എല്ലാരും സംശയത്തോടെ നോക്കാണ്, ആരെയോ കൈപതിഞ്ഞു പോയൊരു പാടാണല്ലോ, എന്താടാ നിന്നെ ആരോടെ തല്ലിയെന്ന് ദേവയാനി ജലജയും ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവൻ ഒന്നും മിണ്ടാൻ നിൽക്കാണ് കേട്ടോ. അപ്പറേ സൈഡിൽ കൂടിയിട്ട് അങ്ങോട്ടേക്ക് നന്ദുവും വരുന്നുണ്ട്. അതേ കൂടെ തന്നെ കനകവും ഗോവിന്ദനും വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും മാറി എല്ലാവരും ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, അടിച്ചതാരാണെന്ന് അവന്റെ ചേട്ടനോട് ചോദിക്കുക, അവന് തന്നെ അറിയാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കാണ്. അടിച്ചെന്നോ, ആര്? ആദർശ് ആണവന്റെ കുഞ്ഞിനെ അടിച്ചെന്ന് ചോദിക്കാണ് ദേവയാനി. ആദർശ് പറയാണ്, അത് അമ്മേ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയതാ. എന്ത് തെറ്റ്? ഇവനെ അടിക്കുന്നതാണ് നിന്റെ തെറ്റ്. അല്ലമ്മേ, അവൻ തന്നെ തെറ്റ് ചെയ്ത് അതിന് ശിക്ഷ ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. എങ്കിലും കല്യാണത്തിന് തലേദിവസമായിട്ട് ഇവനിങ്ങനെ അടിക്കേണ്ട കാര്യം ഉണ്ടാണെന്ന് ചോദിക്കാട്ടോ ദേവയാനി. ആദർശ് പറയാണ്, അമ്മേ അത് വേറൊന്നുമല്ല, ഇന്നലെ രാത്രി ഇവനെ കാണാനില്ലാന്നിട്ട് ഞാൻ ഇവനെ അന്വേഷിച്ച ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങളുടെ മിനിങ്ങിട്ട് അതിന് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആണോടാ നീ മദ്യപിച്ചോടാ എന്നൊക്കെ ചോദിക്കാണ് ദേവയാനി. അപ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അങ്ങനെ അവസരത്തിൽ കണ്ടാൽ ചേട്ടൻ മുന്നിൽ നീ അടിച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല, അടിച്ചില്ലെങ്കിൽ ഞാൻ കുറ്റം പറയുള്ളൂ എന്ന് അജയൻ പറയാണ്. ജയൻ പറയുന്നുണ്ട്, എങ്കിലും അടിക്കണ്ടായിരുന്നു, നിന്റെ കല്യാണമല്ലേ, അതെങ്കിലും ഓർത്ത് നിനക്കൊന്ന് ക്ഷമിച്ചുടാന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതെ സാരമില്ല, അതൊക്കെ പോട്ടെ മോനെ, എല്ലാവർക്കും ദക്ഷിണ കൊടുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് മാറിന് സങ്കടപ്പെട്ട് നിൽക്കാട്ടോ നന്ദു. നന്ദുവിനെ പറയാതിരിക്കാൻ വയ്യ, ആ ഒരു കോസ്റ്റ്യൂമിൽ നന്ദു നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ആരും കണ്ടാ നോക്കുന്നതിലേക്ക് നിൽക്കാണ്. അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അനിയും അവളിങ്ങനെ വളരെ സഹതാപത്തോട് വളരെ ഒരു വിഷമത്തോട് നോക്കുന്നുണ്ട്. അവന് നോട്ടം കാണുമ്പോൾ നമുക്കൊന്ന് സങ്കടമാവും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മുത്തശ്ശിയിൽ തുടങ്ങി ബാക്കി എല്ലാവർക്കും അനി ഇങ്ങനെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാണ്. ശരിക്കും അനിയുടെ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. ആദർശിന്റെ പണ്ടത്തെ വിവാഹ കോസ്റ്റ്യൂം വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു നാടകത്തിന്റെ ആ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും വളരെ കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയണേ. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ വെച്ചിട്ട് അനി ഇവിടുന്ന് പോകാൻ ഇറങ്ങാൻ തോന്നുന്ന സമയത്ത് നന്ദുവിനെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ജാനി ഇങ്ങനെ തിരിഞ്ഞ് നന്ദുവിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ലാസ്റ്റ് നയനയും അതുപോലെ തന്നെ കനകവും ഗോവിന്ദനും അങ്ങനെ മാത്രം നിൽക്കായിരിക്കും. അപ്പോഴേക്കും ഗോവിന്ദനും കനകം പറയാണ്, എന്റെ മോളെ ജാനകിയുടെ നോട്ടം കണ്ട് എന്നെ പേടിയാവുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലമ്മേ, കല്യാണം കൂടുക, നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നന്ദുവിനെ കൂട്ടി ഇവിടുന്ന് പോവുക, അതാണ് വേണ്ടത്. ഇനി ഒരിക്കലും നന്ദു അനിയായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവരുത് എന്നൊക്കെ നയന പറയുന്നുണ്ട്.